അത് കഴിഞ്ഞാണ് കലാപരിപാടികൾ തുടങ്ങാൻ പോകുന്നത്. കുതുകാൽ വെട്ട്, മറുകണ്ഠം ചാടൽ, കാലുവാരൽ, പിന്നിൽ നിന്നും കുത്തൽ, സ്ത്രീപീഡന പരാതികൾ, ഹണി ട്രാപ്പ്, ചിരിച്ചുകൊണ്ട് കഴുത്തറക്കൽ, അങ്ങനെ കലാരൂപങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. സ്വസ്ഥമായി മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്ന് ഭരണം നടത്താമെന്ന് മുഖ്യമന്ത്രിയാകുന്ന ആൾ ഒരിക്കലും കരുതരുത്. എതിർ ഗ്രൂപ്പുകാർ പണി തന്നുകൊണ്ടേയിരിക്കും. ഭരണം കഷ്ടിച്ച് 1 വർഷം തികച്ചാൽ ഭാഗ്യം. അങ്ങനെ മന്ത്രിസഭ കാലാവധി പൂർത്തിയാക്കാതെ വീണാൽ ഒന്നുകിൽ മുസ്ലിം ലീഗിന്റെ പിന്തുണയോടെ LDF വീണ്ടും അധികാരത്തിൽ വരും. നാണം കെട്ട UDF മുന്നണിയിൽ നിന്നും ലീഗ് മറുകണ്ഠം ചാടാനാണ് ചാൻസ് കൂടുതൽ. അങ്ങനെയെങ്കിൽ LDFനോടൊപ്പം ലീഗും ചേർന്ന ഒരു പുതിയ മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരും. അതല്ലെങ്കിൽ BJPയുടെ തേരോട്ടമായിരിക്കും നമ്മൾ കേരളത്തിൽ കാണാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ BJPയെ കേരളത്തിലെ ഒരു പ്രബല ശക്തിയാക്കി മാറ്റിയ കോൺഗ്രസ് പാർട്ടി എന്നേക്കുമായി കേരളത്തിൽ അസ്തമിക്കും. ഇത് തന്നെയാണ് മറ്റു സംസ്ഥാനങ്ങളിൽ നാം കാണുന്ന കാഴ്ചയും.